ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററിക്കൽ ഓവർവ്യൂ ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷനാണ്. ഈ ടോപ്പിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്കൻഡ് ബ്ലോക്കിലെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ വരുന്ന ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഹിസ്റ്ററി ഓവർവ്യൂ ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. കുറേ ഹിസ്റ്ററിക്കൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ കുറേ പബ്ലിക്കേഷൻസ്, കുറേ റിസർച്ചേഴ്സ് ബിഹേവിയർ മോഡിഫിക്കേഷന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നും ആ മേജർ ഫിഗേഴ്സ് ആരൊക്കെയാണെന്നും എന്തൊക്കെ റിസർച്ചാണ് നടന്നിട്ടുള്ളത്, അവിടുത്തെ പബ്ലിക്കേഷൻസ്, ബുക്സ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേജർ ഫിഗേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ്റെ ബേസിക്സ് ആയിട്ടുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുടെ കോൺട്രിബ്യൂഷനുണ്ട്, മേജർ ഫിഗേഴ്സ്. അവരാരൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിൽ 4 മേജർ ഫിഗേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് ഇവാൻ പി പാവ്ലോവ്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഒരു എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡോഗ് അൺകണ്ടീഷൻഡ് ഒരു ഫുഡ് കാണുമ്പോൾ നാച്ചുറലി സലൈവേറ്റ് ചെയ്യുന്നു. അതായത് ഫുഡ് സ്റ്റിമുലസ് ആണ്, അൺകണ്ടീഷണൽ സ്റ്റിമുലസ്. അത് കാണുമ്പോൾ ഡോഗ് സലൈവേറ്റ് ചെയ്യുന്ന അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അവിടെ നമ്മളൊരു ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുക്കുന്നു. അതായത് ഡോഗിന് ഫുഡ് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ബെല്ല് റിങ് ചെയ്യുന്നു. ഇത് ഒരു മെട്രോണോമാണ് യൂസ് ചെയ്യുന്നത്. ബെല്ലിന് മെട്രോണോമാണ്, ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിന് മെട്രോണോമാണ് പറയണത്. അപ്പോൾ മെട്രോണോമിൻ്റെ സൗണ്ട്, അതായത് ആ സൗണ്ട് കൊടുത്തതിന് ശേഷം, ആ ബെല്ല് റിങ് ചെയ്തതിന് ശേഷം ആണ് ഫുഡ് കൊടുത്തിട്ടുള്ളത് ഡോഗിന്. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ടീഷൻഡായി. ഇവിടെ കണ്ടീഷനിങ് നടന്നു. അതിനുശേഷം നമ്മൾ ബെല്ലടിക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് അൺകണ്ടീഷണൽ റെസ്പോൺസ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് സിംപ്ലി റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതിനെ പാവ്ലോവ് വിളിച്ചിട്ടുള്ളത് കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്നാണ്. അപ്പോൾ ഇതാണ് ഇവാൻ പി പാവ്ലോവിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇനി അടുത്ത ആളെന്ന് പറഞ്ഞാൽ എഡ്വേർഡ് എൽ തോണ്ടൈക്ക്. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് എഫക്റ്റ് ആണ്. അതായത് ഈ ലോ ഓഫ് എഫക്റ്റിൽ എന്താ പറയുന്നത്, ബിഹേവിയർ ദാറ്റ് പ്രൊഡ്യൂസസ് എ ഫേവറബിൾ എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു റിപ്പീറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള, ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഒരു ബിഹേവിയറിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ പിന്നീട് നടക്കാനുള്ള സാധ്യത കൂടും, പിന്നീട് ഒക്കർ ചെയ്യാനുള്ള അതിൻ്റെ പ്രോബബിലിറ്റി കൂടും എന്നുള്ളതാണ്. ഇതാണ് ലോ ഓഫ് എഫക്റ്റിൽ പറയണത്. ഇത് തോണ്ടോയ്ക്കിൻ്റെ ഒരു ഫേമസ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് അതിലൊരു കേജിൽ, ഒരു കൂട്ടിൽ ഒരു ക്യാറ്റ്, അതിൻ്റെ പുറത്ത് അത് ഡോറിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, പുറത്ത് ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാറ്റിന് കാണാം ഈ ഫുഡ്. അങ്ങനെ ക്യാറ്റിനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ കൂട്ടിൽ ഒരു ലെവറുണ്ട്. ആ ലെവർ വെച്ചിട്ട് ഹിറ്റ് ചെയ്താൽ മാത്രം ഈ ഡോറ് തുറക്കുള്ളൂ. അപ്പോൾ ആദ്യം ക്യാറ്റ് പലതും കാണിച്ചു നോക്കി, അപ്പോഴൊന്നും ഡോർ ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ ആക്സിഡൻ്റലി ആ വെച്ചിട്ട് ലെവർ തട്ടുമ്പോൾ ഡോർ ഓപ്പണായി ക്യാറ്റ് ഫുഡ് ഇട്ടാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ ഈ ക്യാറ്റിന് ഒരു ഫേവറബിൾ ഔട്ട്കം ഉണ്ടായി, ഫുഡ് കിട്ടി, അവിടെ ഒരു സാറ്റിസ്ഫൈയിങ് ഔട്ട്കം ഉണ്ടായി. അപ്പോൾ ക്യാറ്റ് ഇത് ലേൺ ചെയ്തു. പിന്നെ എപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാറ്റിനെ കൂട്ടിലിടുമ്പോഴും ക്യാറ്റ് ലെവർ ഹിറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നു. അതായത് ഇവിടെ ഹിറ്റിംഗ് ദ ലെവർ പ്രൊഡ്യൂസസ് എ ഫേവറബിൾ എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഇറ്റ് അലൗഡ് ദ ക്യാറ്റ് ടു റീച്ച് ദ ഫുഡ്. അപ്പോൾ ഇതാണ് ഫേമസ് ലോ ഓഫ് എഫക്റ്റ്. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത് എഡ്വേർഡ് എൽ തോണ്ടോയ്ക്കാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ. അടുത്തത് ജോൺ ബി വാട്സൺ. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ സൈക്കോളജി ആസ് എ ബിഹേവിയറിസ്റ്റ് വ്യൂസ് ഇറ്റ് എന്ന് പറയുന്ന 1913 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളിൽ വാട്സൺ പറയുന്നത് ഒബ്സർവ്ഡ് ബിഹേവിയേഴ്സ് വാസ് എ പ്രോപ്പർ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി. ഒബ്സർവ്ഡ് ബിഹേവിയർ ആണ് സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള മാറ്റർ, പ്രോപ്പർ മാറ്റർ ഓഫ് സൈക്കോളജി.
ആൻഡ് ദാറ്റ് ഓൾ ബിഹേവിയേഴ്സ് ആർ കൺട്രോൾഡ് ബൈ എൻവയോൺമെൻറ്റൽ ഇവൻറ്റ്സ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എല്ലാ ഇവൻറ്റ്സും കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ എൻവയോൺമെൻറ്റ് ഇവൻറ്റ്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ വാട്സൺ ഇവിടെ ഒരു സ്റ്റിമുലസ് റെസ്പോൺസാണ് സൈക്കോളജിയിൽ സ്റ്റിമുലസ് റെസ്പോൺസ് സൈക്കോളജിയാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതായത് അതായത് ഒരു എൻവയോൺമെൻറ്റൽ ഇവൻറ്റ്സ്, അതാണ് സ്റ്റിമുലി. എൻവയോൺമെൻറ്റ് ഇവൻറ്റ്സ് എലിസിറ്റ് റെസ്പോൺസസ്. എൻവയോൺമെൻറ്റ് ഇവിടെ സ്റ്റിമുലി എലിസിറ്റ് റെസ്പോൺസസ് ആണ്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബി വാട്സൺ ആണ്. അതായത് വാട്സൺ ആണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ബിഹേവിയറിസം ആദ്യം സൈക്കോളജിയിൽ സ്റ്റാർട്ട് ചെയ്തത് വാട്സൺ ആണ്, ജോൺ ബി വാട്സൺ. അത് കഴിഞ്ഞിട്ട് BF സ്കിന്നർ. നമ്മൾ പറഞ്ഞു ബിഹേവിയറിസം ഒറിജിനലി ഡിസ്ക്രൈബ് ചെയ്തത് എന്ന് പറയുന്നത് വാട്സൺ ആണെങ്കിലും ഈ ഫീൽഡ് എക്സ്പാൻഡ് ചെയ്തത് BF സ്കിന്നറാണ്. BF സ്കിന്നറിൻ്റെ നമ്മൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് പറഞ്ഞു, മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കിന്നർ എന്താ ചെയ്തത് വെച്ചാൽ റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻഡ് റിഫ്ലക്സസ്. അത് നമ്മൾ പാവലോക്കും പിന്നെ പാവലോക്കും വാട്സണും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, അതായത് നമ്മൾ ഒരു ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ്, ഫ്യൂച്ചർ ഒക്കറൻസ്, അതിൻ്റെ കോൺസിക്വൻസാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മൾ തോണ്ടൈക്കിൻ്റെ ലോ ഓഫ് എഫക്റ്റ്, അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ സ്കിന്നർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കിന്നർ ഈ റിസർച്ച് വർക്ക് അല്ലാതെ ന്യൂമറസ് ബുക്സ് എഴുതിയിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറൻറ്റ് ബിഹേവിയറിനെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ബുക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ഒരു വർക്ക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ അനാലിസിസ് ഹ്യൂമൻ ബിഹേവിയറിൽ അപ്ലൈ ചെയ്യുന്ന വർക്ക്സ് പറയുന്ന കോൺസെപ്റ്റിലുള്ള കുറേ ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4 മേജർ ഫിഗേഴ്സ്. ഇതല്ലാതെ വേറെ കുറേ റിസർച്ചേഴ്സ് ബിഹേവിയർ മോഡിഫിക്കേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരാണ് മേജർ ഫിഗേഴ്സ്. ഇവാൻ പി പാവലോവ്, എഡ്വേർഡ് എൽ തോണ്ടോയ്ക്ക്, ലോ ഓഫ് എഫക്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ. ജോൺ ബി വാട്സൺ, അത് കഴിഞ്ഞിട്ട് BF സ്കിന്നർ. ഇവരാണ് മെയിൻ ആയിട്ടുള്ള മേജർ ഫിഗേഴ്സ്. ഇനി നമ്മൾ വേറെ കുറച്ച് ഏർലി ബിഹേവിയർ മോഡിഫിക്കേഷൻ റിസർച്ചേഴ്സാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ്സിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ BF സ്കിന്നറിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലബോറട്ടറി വർക്ക്സ് പറഞ്ഞു, കുറേ അധികം ലബോറട്ടറി റിസർച്ചസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതുവഴി അദ്ദേഹം ബേസിക് ബിഹേവിയറൽ പ്രിൻസിപ്പിൾസൊക്കെ ഇലാബറേറ്റ് ചെയ്തു, ബിഹേവിയറിസം എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വർക്കിന് ശേഷം ഒരുപാട് റിസർച്ചേഴ്സ് നടന്നിട്ടുണ്ട്. അതായത് വിച്ച് സ്റ്റഡീസ് ഒപ്പറൻറ്റ് ബിഹേവിയർ ഇൻ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1950s ഒക്കെ ആയപ്പോൾ നമ്മൾ റിസർച്ചേഴ്സ് ബിഹേവിയറൽ പ്രിൻസിപ്പിൾസ് ഓൺ പീപ്പിൾ, അതായത് ഡെമോൺസ്ട്രേറ്റിംഗ് ബിഹേവിയറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഇവാലുവേറ്റിംഗ് ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് വിത്ത് പീപ്പിൾ ചെയ്യാൻ തുടങ്ങി. അതായത് റിസർച്ചേഴ്സ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ, അഡൾട്ട്, പേഷ്യൻസ് വിത്ത് മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ റിട്ടാർഡേഷനുള്ള ആളുകൾ, ഇവരിലൊക്കെ സ്റ്റഡി നടത്താൻ തുടങ്ങി ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റഡീസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ പ്രിൻസിപ്പിളിൻ്റെയും പ്രൊസീജിയേഴ്സിൻ്റെയും എഫക്റ്റീവ്നെസ്സിന്. ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് പറഞ്ഞു, കുറേ പ്രിൻസിപ്പിൾസ് പറഞ്ഞു. ഇതിലൊക്കെ ഒരുപാട് ഈ സ്റ്റഡീസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറേ സയൻറ്റിഫിക് ജേർണൽസ് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് ബുക്സ് പബ്ലിഷ് ചെയ്തു, ഒരുപാട് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ കുറേ മേജർ പബ്ലിക്കേഷൻസ് ഉണ്ട്. സയൻറ്റിഫിക് ജേർണൽസ്, ഒരുപാട് സയൻറ്റിഫിക് ജേർണൽസ് ഉണ്ട് ഇത് പബ്ലിഷ് ചെയ്തിരുന്നത്. അതാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് SEAB, സൊസൈറ്റി ഫോർ ദ
എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ. വേറൊന്ന് JEAB, ജേർണൽ ഓഫ് ദ എക്സ്പെരിമെൻ്റൽ അനാലിസിസ് ഓഫ് ബിഹേവിയർ. AABT, അസോസിയേഷൻ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ബിഹേവിയർ തെറാപ്പി. JABA, ജേർണൽ ഓഫ് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ്. ഇതൊക്കെ ഡെവലപ്പ് ടു പബ്ലിഷ് റിസർച്ച് ഇൻ ബിഹേവിയർ അനാലിസിസ് ആൻഡ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. ഈ ബിഹേവിയർ അനാലിസിസിലും മോഡിഫിക്കേഷനിലും ഒക്കെ ഉള്ള ഒരു ഒട്ടനവധി റിസർച്ചസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ജേർണൽസ്. അതുപോലെ തന്നെ കുറച്ച് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ഈ റിസർച്ചിനെയും ഈ പ്രൊഫഷണൽ ആക്ടിവിറ്റി, ഈ ഏരിയാസിലുള്ള പ്രൊഫഷണൽ ആക്ടിവിറ്റീസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സിംപ്ലി എന്താണ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. ഇതിൽ നമ്മൾ മേജർ ഫിഗേഴ്സ് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ പബ്ലിക്കേഷൻസ്, ഈവൻറ്റ്സൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ ഒരു കുഞ്ഞി ടോപ്പിക് കൂടി ബാക്കിയുണ്ട്. അതാണ് ഒബ്സർവിങ് ആൻഡ് റെക്കോർഡിങ് ബിഹേവിയർ. അപ്പോൾ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനിൽ മെഷറിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മെയിൻ ആസ്പെക്റ്റ് തന്നെയാണ്, ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് തന്നെയാണ്. അതായത് ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രൊസീജിയറിൽ നമ്മൾ ഒരു ടാർഗറ്റ് ബിഹേവിയറിനെ മെഷർ ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ബിഹേവിയറൽ അസസ്മെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ബിഹേവിയറൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രൊസീജിയറിൽ ബിഹേവിയറിനെ മെഷർ ചെയ്യുക. എപ്പോഴൊക്കെയാണ് ഒരു ബിഹേവിയറിനെ മെഷർ ചെയ്യുക? ഒരു ട്രീറ്റ്മെൻറ്റിന് മുൻപും ശേഷവും. അതായത് ഒരു ട്രീറ്റ്മെൻറ്റിന് മുൻപ് നമ്മൾ എന്തിനാണ് ബിഹേവിയർ മെഷർ ചെയ്യുന്നത്, നമുക്ക് ഈ ആൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മെഷറിങ് ബിഹേവിയറൽ അസസ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, നമുക്കൊരു നല്ല ഒരു ട്രീറ്റ്മെൻറ്റ്, ബെസ്റ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിഹേവിയറൽ അസസ്മെൻറ്റ്, അതായത് മെഷർമെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ അസസ് ചെയ്യുന്നത്, എന്തിനാണ് ബിഹേവിയറൽ അസസ്മെൻറ്റ് നടത്തുന്നത്, എന്തിനാണ് മെഷർ ചെയ്യണത്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെയാണ് നടന്നത്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് അവിടെ ബിഹേവിയർ എത്രത്തോളം ബിഹേവിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ശേഷം ചെയ്യുന്നത്. അപ്പോൾ ബിഹേവിയറൽ അസസ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, മെഷർമെൻറ്റ് ഓഫ് ടാർഗറ്റ് ബിഹേവിയറാണ്. അപ്പോൾ അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതെന്തിനൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഈ യൂണിറ്റിൽ ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. ഇത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.